പ്രണയം ടെക്നിക്, ദിലീപ് ടെക്നിക്, CBI ടെക്നിക്, ഡെഡ് ബോഡി ടെക്നിക്. ഈ ടെക്നിക്കുകൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൗതുകം തോന്നിയില്ലേ? ഇതുപോലെ രസകരമായ കോഡുകൾ ഉപയോഗിച്ച്, ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഇംഗ്ലീഷ് ഭാഷ അനായാസം പഠിപ്പിക്കുന്ന ഒരു പ്രശസ്തമായ സ്ഥാപനത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതാരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാഡമി. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ചറപറ അഡ്വർടൈസ്മെൻറ്റുകളാണ്. ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാനുള്ള ഒരുപാട് സ്ഥാപനങ്ങളെ നമ്മൾ ഡെയിലി പരിചയപ്പെടാറുണ്ട്. പക്ഷേ എല്ലായിടത്തും വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമർ ഭാഗമാണ്. കട്ടി ഗ്രാമർ വരുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കാറാണ് പതിവ്. ശരിക്കും നമ്മൾ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇതൊക്കെ പഠിക്കും. ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഈസ് എവിടെ ചേർക്കണം, വാസ് എവിടെ ചേർക്കണം എന്നുള്ള ഡൗട്ട്. ഇനി ഈസും വാസും ചേർത്ത് കഴിഞ്ഞാൽ വെർബിൻ്റെ ING ഫോം എവിടെ ചേർക്കണം എന്നുള്ള ഡൗട്ടും. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇത് ഉപേക്ഷിക്കാറാണ് പതിവ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വലിയ ആത്മവിശ്വാസത്തോടെ ആയിരിക്കും ഇംഗ്ലീഷ് പഠിച്ചെടുക്കാമെന്നുള്ള ആത്മവിശ്വാസത്തോടെ ആയിരിക്കും ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. 2-3 മാസം കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷ് ഭാഷ പഠിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെ വന്നിരിക്കും. ഗ്രാമർ വരുമ്പോൾ ഉപേക്ഷിക്കും. ഇവിടേക്കാണ് വളരെ ഈസി ആയിട്ട് സ്പീക്ക് ഈസി അക്കാഡമി രസകരമായ കോഡുകളിലൂടെ, രസകരമായ ടെക്നിക്കുകളിലൂടെ ഇംഗ്ലീഷ് ഭാഷ നമ്മളെ അനായാസം പഠിപ്പിക്കുന്നത്. പഠിച്ചിറങ്ങിയ ഏതൊരു സ്റ്റുഡൻറ്റിനും ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാഡമിയുടെ പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സിറ്റികളിലും സ്പീക്ക് ഈസി അക്കാഡമിക്ക് ബ്രാഞ്ചുകളുണ്ട്. 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വളരെ പഴക്കം ചെന്ന ഒരു സ്ഥാപനമാണ് സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാഡമി. ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇവർക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നേരിട്ട് പോയി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കൊറോണ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളാണ് പലരും ചൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സാണ് ചൂസ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രെയിനർ വാട്സപ്പിൽ ഉണ്ടായിരിക്കും. ആ പേഴ്സണൽ ട്രെയിനറിൻ്റെ സഹായത്തോടെ ആയിരിക്കും നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ ഫ്ലുവൻ്റ് ആക്കാൻ സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാഡമി നമ്മൾക്ക് സഹായിക്കുന്നു. പ്രണയം ടെക്നിക്, ദിലീപ് ടെക്നിക്, CBI ടെക്നിക്, ഡെഡ് ബോഡി ടെക്നിക്, ഈ ടെക്നിക്കുകൾ കേട്ടപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വളരെയധികം കൗതുകം തോന്നി. അങ്ങനെയാണ് ഞാൻ റിവ്യൂസ് ഒന്ന് നോക്കാമെന്ന് വെച്ചത്. അങ്ങനെ ഗൂഗിളിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ റിവ്യൂസ് നോക്കി. എല്ലായിടത്തും പോസിറ്റീവ് റിവ്യൂസ് മാത്രം. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തത് ഇവിടുന്ന് പഠിച്ചിട്ടിറങ്ങിയ സ്റ്റുഡൻസിൻ്റെ റിവ്യൂസാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ റിവ്യൂസിനെ പറ്റി പറഞ്ഞു, ഇതുപോലെ രസകരമായ കോഡുകളിലൂടെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെയാണെന്ന് അറിയാനുള്ള കൗതുകം നിങ്ങളുടെ മനസ്സിലും ഉണ്ടാകും. അപ്പോൾ ഒരു സാമ്പിൾ വീഡിയോ ഞാൻ എൻ്റെ വീഡിയോയോടൊപ്പം ഉൾപ്പെടുത്താം, എങ്ങനെയാണ് രസകരമായ കോഡുകളിലൂടെ ഇവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം. നമുക്കറിയാം, നമ്മൾ സാധാരണഗതിയിൽ ട്രഡീഷണൽ ഇംഗ്ലീഷ് പഠന രീതിയിൽ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞ് പഠിക്കുന്നൊരു വിഷയമുണ്ട്. ഒരുപാട് മണിക്കൂറുകളെടുത്ത് നമ്മൾ തലപ്പുണ്ണാക്കാക്കി പഠിക്കുന്ന ഒരു വിഷയമാണ് സിമ്പിൾ പ്രസൻറ്റ് എന്നുള്ളത്. അത് എങ്ങനെ നമുക്ക് വളരെ ഈസിയായി സെക്കൻഡുകൾക്കുള്ളിൽ പഠിച്ചെടുക്കാം, ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം അതിനുവേണ്ടി നിങ്ങൾ ആദ്യം അറിയേണ്ടത് ഒരു സിമ്പിൾ കോഡ് മാത്രമാണ്. അപ്പം ഞാൻ ആദ്യം ആ കോഡ് എന്താണെന്നുള്ള ഇവിടെ എഴുതാം. ഓക്കെ, യെസ്, ദുശ്ശീലം. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ ബാഡ് ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു ദുശ്ശീലമല്ല കേട്ടോ ഇത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇതിനൊന്ന് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ഡു, 2 ശീലം. അതായത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്മൾ രാവിലെ എണീക്കാറുണ്ട്, നമ്മൾ ബ്രഷ് ചെയ്യാറുണ്ട്, നമ്മൾ പത്രം വായിക്കാറുണ്ട്, ഇതൊക്കെ നമ്മുടെ ശീലങ്ങളാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ദിവസേന ചെയ്യുന്ന, നമ്മൾ ഡെയിലി ഹാബിറ്റായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ അത് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഇത് മാത്രം, ദുശ്ശീലം. അതായത് ശീലങ്ങൾ എവിടെ ചോദിക്കണം എന്നുണ്ടെങ്കിലും അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ എന്ത് ആഡ് ചെയ്താൽ മതി? ഡു ആഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഒരാളോട് ചോദിക്കണം, നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ? എങ്ങനെ ചോദിക്കും? ഡു യു റീഡ് ന്യൂസ് പേപ്പർ? ഓക്കെ, നിങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ? എങ്ങനെ ചോദിക്കും? ഡു യു പ്ലേ ഫുട്ബോൾ? നിങ്ങൾ സ്മോക്ക് ചെയ്യാറുണ്ടോ? വളരെ ഈസി, എങ്ങനെ ചോദിക്കാം? ഡു യു സ്മോക്ക്? ഓക്കെ, അപ്പോൾ ഏത് ശീലങ്ങളും നമുക്ക് ചോദിക്കാൻ ഇനി മുതൽ വളരെ ഈസിയാണ് അല്ലേ? ഈ ഒരൊറ്റ കോഡ് മാത്രം മതി. ഏത്? ഡു, ദുശ്ശീലം. റെഡി? അപ്പോൾ ഇതുപോലുള്ള 20 പ്രധാനപ്പെട്ട കോഡുകളുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഈ 20 കോഡുകൾ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ആണെങ്കിൽ ഏത് വിഷയവും നമുക്ക് ഇംഗ്ലീഷിൽ വളരെ ഈസിയായി കോൺഫിഡൻസോട് കൂടി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് വി ആർ ഡൂയിങ് ഹിയർ.
Easy is a great platform, great and amazing platform. I will suggest this institute change your life, change your English. I believe Speakeasy English Academy has helped me a lot to improve my confidence in speaking English. I have a strong desire to speak English fluently, but the thing is that I was not at all confident in speaking English by using grammar. That was the biggest challenge for me. The most beautiful thing about Speakeasy is their way of teaching. They are teaching us through a method called CTLP instead of using a traditional way of teaching grammar. And that was the most beautiful thing, and that was amazing. It's a wonderful experience in my life. They injected lots of techniques in my brain. Today I would like to say about Speakeasy from my experience. Speakeasy is not only a best platform to learn English, it is also helps in increase confidence. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്തില്ലേ? എനിക്കും ഇംഗ്ലീഷ് പഠിച്ചെടുക്കാം, ഈസി ആയിട്ട് തന്നെ പഠിച്ചെടുക്കാം തോന്നിയില്ലേ? അവരുടെ ടീച്ചിങ് മെത്തേഡ്, ആ രസകരമായ കോഡ്, രസകരമായ ടെക്നിക്സ് ഇത് ഉപയോഗിച്ച് പഠിച്ചാൽ ആർക്കും പഠിച്ചെടുക്കാം എന്നൊരു തോന്നൽ നിങ്ങൾക്കും തോന്നിയില്ലേ? അതെ, ഈ ഒരു രീതിയിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഏജ് ഒരു പ്രശ്നമല്ല, ക്വാളിഫിക്കേഷൻ ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് ഏജിലുള്ള ആളായിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷനുള്ള ആളായിക്കോട്ടെ, വളരെ ഈസി ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ കഴിയും. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തലമണ്ടയിലോട്ട് കയറും. നമ്മുടെ ഗ്രാമറിൻ്റെ ഞെരുക്കമില്ല, ഗ്രാമറിൻ്റെ ബുദ്ധിമുട്ടില്ല, ഈസും വാസും ഒന്നും നമ്മളെ അലട്ടുന്നില്ല. രസകരമായ രീതിയിൽ കോഡുകളിലൂടെ, ടെക്നിക്കുകളിലൂടെ, ഈ കണ്ട സാമ്പിൾ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാം. ഏതൊരു പ്രായത്തിലുള്ള ആൾക്കും, ഏതൊരു ക്വാളിഫിക്കേഷനുള്ള ആൾക്കും, നിങ്ങൾക്ക് +2 ഉള്ളൂ, 10th വിദ്യാഭ്യാസമേ ഉള്ളൂ, അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്പീക്കീസി ഇംഗ്ലീഷ് അക്കാഡമിയുടെ സഹായത്തോടു കൂടി ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാൻ കഴിയും. സ്പീക്കീസി ഇംഗ്ലീഷ് അക്കാഡമി ഇവർ സ്പോക്കൺ ഇംഗ്ലീഷ് വിഷയങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലാംഗ്വേജിനെ സിംപ്ലിഫൈ ചെയ്യാൻ ഒരു റിസർച്ച് ടീം തന്നെ ഇവർക്കുണ്ട്. അവരാണ് ഈ രസകരമായ കോഡുകളിലൂടെ അല്ലെങ്കിൽ രസകരമായ ടെക്നിക്കുകളിലൂടെ ഈ ഒരു സിസ്റ്റത്തെ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇതൊന്നുമല്ല, ഇതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് വലിയൊരു പ്രത്യേകതയായിട്ട് ഫീൽ ചെയ്തത്, മറ്റാർക്കുമില്ലാത്തൊരു പ്രത്യേകതയായിട്ട് ഫീൽ ചെയ്തത് ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അത് സ്പീക്കീസി അക്കാഡമിയുടെ മാത്രം പ്രത്യേകതയാണ്. ഞാൻ ഒരുപാട് സ്ഥാപനങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അവിടെ ഒന്നും കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേകത ഇംഗ്ലീഷ് ക്ലബ്ബ്. ഇംഗ്ലീഷ് ക്ലബ്ബ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് പഠിച്ചിട്ട് ഇറങ്ങിക്കഴിയുന്ന സമയത്ത് നമുക്ക് ഓൺലൈനിലൂടെ നമ്മൾ ചറപറ മെസ്സേജ് അയക്കണം, ഇംഗ്ലീഷിൽ അയക്കും. ഓക്കെ, ചറപറ ഓഡിയോസ് അയക്കണം, നമുക്ക് അയക്കാൻ പറ്റും. പക്ഷെ നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പതറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്, ധൈര്യം കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു സ്റ്റേജിൽ കയറി കുറേ പേരോട് സംസാരിക്കണം, അഭിസംബോധന ചെയ്യണം. അപ്പോൾ നമുക്കൊരു പതറിപ്പോൽ, ഒരു വാക്കുകൾ കിട്ടാതെ വരുന്നൊരു ബുദ്ധിമുട്ട്. നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, പക്ഷേ നമുക്ക് ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് പറയുന്ന പ്രോഗ്രാം. അതിലൂടെ അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു പതറിപ്പോകുന്ന ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു വലിയ വിടവിനെ നികത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് പറയുന്ന പ്രോഗ്രാം. ഇതിലൂടെ ഫേസ് ടു ഫേസ് നേരിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമാണ് സ്പീക്കീസി ഇംഗ്ലീഷ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വെച്ചിരിക്കുന്നത്. അതായത് എല്ലാ സാറ്റർഡേയ്സിലും നിങ്ങൾക്ക് സ്പീക്കീസി ഇംഗ്ലീഷ് അക്കാഡമിയിൽ ചെന്നതിന് ശേഷം നേരിട്ട് ഫേസ് ടു ഫേസ് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം അവർ തരുന്നുണ്ട്. അത് കാരണമായിട്ട് നിങ്ങൾക്ക് ഒരു മീറ്റിങ്ങിൽ പോയാൽ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാം, ഒരു ഡിസ്കഷൻ ചെന്നാൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ പോയിന്റ്സ് നിങ്ങൾക്ക് പറയാം. ഒരു സ്റ്റേജിൽ കയറി ഒന്ന് പ്രസംഗിക്കാൻ നമ്മളോട് പറയണം, ധൈര്യപൂർവ്വം നമുക്ക് പ്രസംഗിക്കാൻ കഴിയും. അപ്പോൾ നേരിട്ട് ആരുടെ കണ്ണിൽ നോക്കി നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് നിന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ലെവലാണ് ഇംഗ്ലീഷ് ക്ലബ് പ്രോഗ്രാമിലൂടെ അവർ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു തരുന്നത്. അതായത് ഈ സ്പീക്കീസി ഇംഗ്ലീഷ് അക്കാഡമിയിൽ പഠിച്ചിട്ടിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഏതൊരർത്ഥത്തിൽ ഏതൊരു ആംഗിളിൽ നോക്കിയാലും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാനുള്ള കോൺഫിഡൻസ് ലെവൽ ഉയർത്തി ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാനുള്ള എല്ലാ അവസരവും സ്പീക്കീസി ഇംഗ്ലീഷ് അക്കാഡമി ഒരുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു സ്ഥാപനമാണ് നിങ്ങൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ധൈര്യപൂർവ്വം സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടല്ലാതെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കാം, ഫേസ്ബുക്കിൽ നോക്കാം, ഗൂഗിളിൽ നോക്കാം, ഇവർ റിവ്യൂസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാഡമിയിലേക്ക് പോകും. അത് ഞാൻ പറയാനൊരു കാരണം ഇവരുടെ ടീച്ചിങ് മെത്തേഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ ഇതിനൊക്കെ അപ്പുറം ഈ മെത്തേഡും കോഡുകളും ഇതിനൊക്കെ അപ്പുറമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഇംഗ്ലീഷ് ക്ലബ്ബ് അങ്ങനെയുള്ള പ്രത്യേകതയൊക്കെ ഒരുപാടുണ്ട്. സ്പീക്കീസിക്ക് മാത്രമുള്ള കുറേ പ്രത്യേകതകളുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട്
എനിക്ക് ഫീൽ ചെയ്ത് ഇവർ 100% റീഫണ്ട് ഗ്യാരണ്ടീഡാണ്. അതായത് നിങ്ങൾ ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്തു, സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം അടുത്ത 10 ദിവസം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കങ്ങ് തോന്നുകയാണ് എനിക്ക് ഇംഗ്ലീഷിന് ഈ പഠിക്കാൻ താല്പര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആക്കാൻ കഴിയില്ല എന്നൊരു ചെറിയ തോന്നലുണ്ടാകുകയാണെങ്കിൽ അവർ 100% നിങ്ങൾ കൊടുത്ത ക്യാഷ് പൂർണ്ണമായിട്ടും തിരികെ തരുന്നതാണ്. ആ ഒരൊറ്റ കാര്യം മതി അവരുടെ കോൺഫിഡൻസ് ലെവൽ എത്രമാത്രമാണെന്ന്, അവരുടെ സിസ്റ്റത്തിലുള്ള അവരുടെ വിശ്വാസം, അവരുടെ കോൺഫിഡൻസ് എത്രത്തോളമാണെന്ന് ആ ഒരൊറ്റ റീഫണ്ട് ഗ്യാരണ്ടീഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ജോയിൻ ചെയ്യാം. എല്ലാവർക്കും മലയാളം സംസാരിക്കുന്ന പോലെ തന്നെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാഡമി ധൈര്യപൂർവ്വം നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ ഫ്ലുവൻ്റ് ആക്കാൻ കഴിയുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മലയാള ഭാഷ പോലെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു മടിയും വേണ്ട, ധൈര്യപൂർവ്വം സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാഡമിയെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അതിലൂടെ ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യാവുന്നതാണ്. ധൈര്യപൂർവ്വം ഒരാളെ നേരിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് ഒരു സ്റ്റേജിൽ കയറിയോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ടൈമിലോ ഒക്കെ ഷൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ബൈ.